ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കടലക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും പുട്ടിനും അപ്പത്തിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. നമുക്ക് ഒരുവിധ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പമൊക്കെ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കടലക്കറി ഉണ്ടാക്കുന്നത് വെള്ളക്കടല ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ കടലയും കൊണ്ടും ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ കടല വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കറി ഉണ്ടാക്കണം ഒരു 5-6 മണിക്കൂർ മുൻപ് തന്നെ ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനിടണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളി സ്ലൈസായി അരിഞ്ഞതും ഒരു 3 പച്ചമുളകും പിന്നെ ഞാൻ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് 2 സവാള ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് കുറച്ച് മാത്രം ഇപ്പോൾ കുക്കറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്തിട്ട് 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 5-6 വിസിലാവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി വേറൊരു പാത്രം എടുക്കുക, അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ആ സവാളയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഒന്നും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി തന്നെ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മസാലപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി എടുക്കുക. ഇനി അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലോണം തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ തന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മളുടെ കടലൊക്കെ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം തന്നെ കടലയും കൂടി അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ കറിയൊക്കെ നല്ലോണം സെറ്റായിട്ട് അങ്ങോട്ട് വരും. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല കറിയാണ്. തേങ്ങ ഒന്നും അരയ്ക്കാതെ തന്നെ കടലയൊന്നും അരച്ച് ചേർക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടെ തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.